നമ്മൾ ഇന്ന് പുതിയ ക്ലാസ്സിൽ ബേസിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ആസിഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും അതിന്റെ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻസ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസസിന്റെ പ്രോപ്പർട്ടീസ്, ആസിഡ്സിന് പറഞ്ഞ പോലെ തന്നെ ബേസിന് ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവില്ല, അതെന്തൊക്കെയായിരിക്കും എന്നായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെയാണ് കോമൺ ബേസസ് അറൌണ്ട് എസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആസിഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു, സിട്രിക് ആസിഡ്, പിന്നെ ലാക്ടിക് ആസിഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കോമൺ ബേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജന്റ്, സിമെന്റ്, ഇതൊക്കെ എന്താ ഒരു ബേസ് സബ്സ്റ്റൻസ് ആണ്, ബേസിക് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജന്റ്, സിമെന്റ്. അപ്പൊ കോമൺ ബേസസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്താ പറയാ, ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജന്റ്, സിമെന്റ്, ഇതൊക്കെയാണ് കോമൺ ബേസസ്. ഇനി അതേപോലെയാണ് നമ്മൾ ആസിഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ടേസ്റ്റ് ആണ്, സോറാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ബേസിന്റെ ടേസ്റ്റ് എന്താ, ബിറ്റർ ഇൻ ടേസ്റ്റ്. പിന്നെ തൊടുമ്പോ എങ്ങനെയായിരിക്കും, ഒരു സോപ്പി ടെക്സ്ചർ ആയിരിക്കും. നമ്മളൊരു വാട്ടറിൽ എങ്ങനെയായിരിക്കും സോപ്പ് റിസോൾവ് ചെയ്തിട്ട് നമുക്ക് തൊടുമ്പ് ഫീൽ ചെയ്യുക, അതേ ഒരു ഫീൽ ആയിരിക്കും എന്തായിരിക്കും എന്തിന്, ഈ ബേസിനും ഉണ്ടാവുക. പിന്നെ ആസിഡ്സിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറുകയാണ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബേസിൽ എങ്ങനെയാ ലിറ്റ്മസ് പേപ്പറിന്റെ ടെസ്റ്റ്, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ ബേസിൽ എങ്ങനെയാ ലിറ്റ്മസ് പേപ്പറിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ പറയുക, എന്താ കളർ ചേഞ്ച് ഉണ്ടാവുക, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. അതേപോലെ ആസിഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാട്ടറിൽ ഡിസോൾവ് ആവുമ്പോൾ അത് എന്ത് അയോൺസിനെ ലിബറേറ്റ് ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന പറഞ്ഞ H+ അയോൺസിനെ റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ബേസ് വാട്ടറിൽ ഡിസോൾവ് ആവുമ്പോൾ എന്തായിരിക്കും റിലീസ് ചെയ്യുക, OH- അയോൺസിനെ ആയിരിക്കും റിലീസ് ചെയ്യുക. when they are dissolved in aqueous solution they releases OH- ions. ഇനി എക്സാമ്പിൾസ് ഓഫ് ബേസസ് ഏതൊക്കെ പറയാം, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെ എന്താണ് ബേസസിനായിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. പിന്നെ ബേസസ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നതിന് അങ്ങനെയുള്ള ബേസസിന് പറയുന്ന പേരാണ് എന്ത്, ആൽക്കലി. ബേസസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ആർ നോൺ ആസ് ആൽക്കലി. ഇനി അടുത്തത് എന്താ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരുന്നു, വേറൊരാളായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ആസിഡ്സിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ എന്താ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ബേസ് ഒരു മെറ്റലായിട്ട് റിയാക്ട് ചെയ്യാണ്. ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഏതാ, OH വരുന്ന ഗ്രൂപ്പ്സ് ഉള്ള, OH ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ബേസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്ന് പറയാം. ആ OH വരുന്ന കോമ്പൗണ്ട്സ് എന്താ ഒരു മെറ്റലായിട്ട് റിയാക്ട് ആവും. ഏത് മെറ്റൽ വേണമെങ്കിലും ആവാം, അയോൺ, സിങ്ക്, അതുപോലത്തെ ഏത് മെറ്റൽ വേണമെങ്കിലും ആവാം. ആ മെറ്റലില് ഏതെങ്കിലും ഒരു മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ അവർ പ്രൊഡ്യൂസ് ചെയ്യുക, സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ മെറ്റൽസ് റിയാക്ട് വിത്ത് ബേസസ് ടു ഫോം സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആയിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ബേസ് പ്രൊഡ്യൂസ് ചെയ്യാം. ബേസസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ബേസ് ഡു നോട്ട് റിയാക്ട് വിത്ത്, നമ്മൾ ആസിഡ്സിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റൽ കാർബണേറ്റ്സ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സിന്റെ ഒക്കെ റിയാക്ഷൻ. പക്ഷെ ബേസസ് എന്താ, ബേസ് ഒരിക്കലും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബേസസ് എങ്ങനെയാ, മെറ്റൽ കാർബണേറ്റ്സ് ആയിട്ടും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആയിട്ടും എന്താണ് റിയാക്ഷനിൽ പങ്കെടുക്കില്ല. കാരണം എന്താ, മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആർ ഓൾറെഡി ബേസിക് ഇൻ നേച്ചർ. അവർ ഓൾറെഡി ബേസിക് ക്യാരക്ടർ കാണിക്കുന്നവരായതുകൊണ്ട് അവരുമായിട്ട് ബേസ് എന്ത് ചെയ്യില്ല, ഒരു റിയാക്ഷനിൽ പങ്കെടുക്കില്ല. പിന്നെ അടുത്ത റിയാക്ഷൻ വരുന്നത് ആരാ, റിയാക്ഷൻ വിത്ത് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു സോൾട്ടും വാട്ടറും. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും പിന്നെന്താ ഫോം ചെയ്യുക, വാട്ടറും. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ആസിഡ് പ്ലസ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആസിഡ് അല്ല ഇവിടെ വരിക, ഇവിടെ എന്താ വരിക, ബേസ് ആണ് വരിക കേട്ടോ. ബേസ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കും, സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ എന്തായിരിക്കും, ബേസ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും വാട്ടറും.
ഇനി അടുത്തെന്താ, ആസിഡ്സിനും ബേസിലും എന്താ കോമൺ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ആസിഡ്സ് എന്താ, വാട്ടറിൽ എന്താ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ റിലീസ് ചെയ്യും, നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, H+ അയോൺസ്. ബേസ് എന്തായിരിക്കും, OH- അയോൺസ്. അയോൺസ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ്, അത് നമുക്കറിയാം. ഓരോ ആസിഡ്സിലും H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ്. ഇപ്പൊ HCl എന്ന് പറയുന്നതിൽ എത്ര ഹൈഡ്രജൻ H+ അയോൺസ് ഉള്ളത്, ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അതേപോലെ H2SO4 ആവുമ്പോൾ എത്ര ഹൈഡ്രജൻസ് ആയി, 2H+ ആയി അല്ലെ. അപ്പോ ഓരോ ആസിഡ്സിലും ഉള്ള ഹൈഡ്രജൻസിന്റെ എണ്ണം എന്താ, വ്യത്യാസമാണ്. അതേപോലെ തന്നെയാണ് ബേസിലും. എമൗണ്ട് ഓഫ് OH- ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ബേസസ്. ഓരോ ബേസസിലും ഉള്ള OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ്. ദിസ് H+ അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ, ആ H+ അയോൺസ് ആണ് നമ്മുടെ ആസിഡ്സിന്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് OH- അയോൺസ് ആണ് ബേസിന്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. H+ അയോൺസ് എന്തിന്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാം, ആസിഡിന്റെ സ്ട്രെങ്ത്തും OH- അയോൺസ് ബേസിന്റെ സ്ട്രെങ്ത്തും. അപ്പൊ എന്താ, H+ അയോൺസ് ലിബറേറ്റ് ചെയ്യും, മറ്റേത് OH- ലിബറേറ്റ് ചെയ്യും. ഓരോന്നിലുള്ള H+ഉം OH- അയോൺസിന്റെയും കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടാവും. ആസിഡ്സിലുള്ള H+ അയോൺസിന്റെയും OH- അയോൺസിന്റെയും ബേസസിലുള്ള OH- അയോൺസിന്റെ കോൺസെൻട്രേഷനിലും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പിന്നെന്താ, H+ അയോൺസും OH- അയോൺസും ആണ് എന്ത്, അവരുടെ സ്ട്രെങ്ത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ ഈ ആസിഡും ബേസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിപ്പോ ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ അത് പ്രൊഡ്യൂസ് ചെയ്യുക, H3O+ അയോൺസ്. എന്താ ഈ H3O+ അയോൺസ് എന്ന് പറയുന്നത്, ഹൈഡ്രോണിയം അയോൺസിനെയാണ് നമ്മൾ എന്താ H3O+ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്യുമ്പോൾ H2O എന്നുള്ളത് H3O+ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രോണിയം അയോൺസ് എന്ന് പറയുന്നത്. Why does the H+ ion of an acid convert to H3O? Because H+ ion cannot exist alone. എന്തുകൊണ്ടാ ഇപ്പൊ ഇവിടെ H3O+ ആയിട്ട് മാറാൻ കാരണം എന്തായിരുന്നു, H2ലൂടെ ഒരു H+ഉം കൂടെ ആഡ് ആയപ്പോ അത് എന്തായി, H3O+. ഹൈഡ്രോണിയം ഒരിക്കലും H+ന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് എന്ത് ഫോം ചെയ്തു, ഹൈഡ്രോണിയം അയോൺസ് ആയിട്ട് മാറി. ഇനി ബേസ് ആവുമ്പോ എങ്ങനെയായിരിക്കും, ബേസ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ടാ മാറുക, Na+OH. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബേസ് റിയാക്ഷനിൽ വാട്ടറിലുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, Na+ഉം OH- അയോൺസും ഫോം ചെയ്യും. ഇനി അടുത്ത എന്താ, ഇൻഡിക്കേറ്റർ. നമ്മുടെ pH സ്കെയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. എന്താ 1 to 14 വരെയാണ് സ്കെയില്. ആ 1 to 14 ലെസ് ദാൻ 7 ആണെങ്കിൽ അസിഡ് ആണ്, 0 ആണെങ്കിൽ ന്യൂട്രൽ ആണ്, ഗ്രേറ്റർ ദാൻ 7 ആണ് ബേസിക് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സെവറൽ ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ഇസ് സോ different colors at the different concentration of H+ ions in the solution. Universal indicator is the pH scale. നമ്മൾ pH scale യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കളർ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇതെന്താണോ, ഒരു ആസിഡ് ആണോ, ഒരു ബേസ് ആണോ, അതോ ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ബേസിസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസിഡ്സിന്റെ പറഞ്ഞ പോലെ തന്നെ ബേസിസിനും എന്താ, കെമിക്കലും ഫിസിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താ, ബിറ്റർ ടേസ്റ്റ് ആണ്, സോപ്പി ടു ടച്ച് ആണ്, പിന്നെന്താ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ലിറ്റ്മസ് ആക്കി ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- അയോൺസിനെ ലിബറേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു റിയാക്ഷൻസ്, മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ മെറ്റൽ കാർബണേറ്റ്സും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും ആയിട്ട് ബേസിസ് ഒരിക്കലും റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്തത് എന്തായിരുന്നു, എങ്ങനെയായിരിക്കും ഈ ആസിഡ്സും ബേസും വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഡ്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അത് ഹൈഡ്രോണിയം അയോൺസ് ആയിട്ട് മാറും. അതേപോലെ പക്ഷെ ബേസ് ആണെങ്കിലോ Na+ഉം OH- ആയിട്ട് മാറുകയാണ് ചെയ്യുക. അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.